നമസ്കാരം. ട്രൂ ക്വസ്റ്റ്യന്റെ പുതിയൊരു എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ് ബയോളജിയുടെ സെക്കൻഡ് ലെസനായ അറിവിന്റെ വാതായനങ്ങൾ ഓർ വിൻഡോസ് ഓഫ് നോളജ് എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വിഷയം. ഫസ്റ്റ് ലെസനെ ബേസ് ചെയ്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ചിത്രം പരിശോധിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഭൂകമ്പത്തിൽപ്പെട്ട് കാണാതായവരെ രക്ഷപ്പെടുത്തി എന്ന ഒരു പത്രവാർത്തയും അതോടൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ ഒരു നായയുടെ ചിത്രവും കാണാം, അല്ലേ? നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൻ്റെ കിഴക്കൻ മേഖലയിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുന്ന ഒരു ചിത്രം. ശക്തമായ മഴയും വെളിച്ചക്കുറവും മൂലം പല സന്ദർഭങ്ങളിലും രക്ഷാപ്രവർത്തനം തടസ്സപ്പെടാറുണ്ട്, അല്ലേ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രത്യേക പരിശീലനം നേടിയ നായ്ക്കളാണ് അപകടത്തിൽപ്പെട്ടവരെ വളരെ വേഗത്തിൽ കണ്ടെത്താനും ജീവൻ രക്ഷിക്കാനും രക്ഷാപ്രവർത്തകർക്ക് തുണയാകുന്നത്. സോ ഡ്യൂറിംഗ് ദ ക്രൈസിസ് ടൈം സ്പെഷ്യലി ട്രെയിൻഡ് ഡോഗ്സ് ഹെൽപ്പ് ടു ഡിറ്റക്ട് ദ വിക്ടിംസ് ആൻഡ് സേവ് ദെയർ ലൈവ്സ്. പത്രവാർത്ത ശ്രദ്ധിച്ചല്ലോ. ഇത്തരം സന്ദർഭങ്ങളിൽ അപകടങ്ങളിൽപ്പെട്ടവരെ കണ്ടെത്തുന്നതിനുള്ള കഴിവ് മനുഷ്യരെക്കാൾ നായയ്ക്ക് കൂടുതലുണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും? Why are dogs more capable than human beings in tracking the injured in such situations? കഴിഞ്ഞ ലെസണിൽ നമ്മൾ സെൻസ് ഓർഗൻസിനെ കുറിച്ച് പഠിച്ചിരുന്നു, അല്ലേ? ഏതൊക്കെയാണ് സെൻസ് ഓർഗൻസ്? കണ്ണ്, ചെവി, നാക്ക്, ത്വക്ക്, മൂക്ക്, ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ. ഈ സെൻസ് ഓർഗൻസിൽ റിസപ്റ്റേഴ്സ് ഓർ ഗ്രാഹികളുണ്ട്. ഈ റിസപ്റ്റേഴ്സ് ഓർ ഗ്രാഹികളാണ് ഉദ്ദീപനങ്ങളെ അല്ലെങ്കിൽ സ്റ്റിമുലയെ സ്വീകരിച്ച് നമ്മുടെ സെൻസ് ഓർഗൻസിൽ എത്തിക്കുന്നത്. ഈ സെൻസ് ഓർഗൻസിലെ റിസപ്റ്റേഴ്സ് ഓർ ഗ്രാഹികളുടെ എണ്ണം ഓരോ ജീവിയിലും വ്യത്യസ്തമായിരിക്കും. മനുഷ്യൻ്റെ മൂക്കിലെ ഗ്രന്ഥഗ്രാഹി കോശങ്ങളെക്കാൾ വളരെ കൂടുതലാണ് നായ്ക്കളുടെ മൂക്കിലെ ഗന്ധഗ്രാഹി കോശങ്ങൾ. ദാറ്റ് ഈസ് ദ ഓൾഫാക്ടറി സെൽസ് ഇൻ ദ നോസ് ഓഫ് എ ഡോഗ് ഈസ് മോർ ദാൻ ദി ഓൾഫാക്ടറി സെൽസ് ഇൻ ദ നോസ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. അതുകൊണ്ടാണ് ഇത്തരം സിറ്റുവേഷൻസിൽ ഡോഗിനെ ഉപയോഗിക്കുന്നത്. റിസപ്റ്റേഴ്സിൻ്റെ ഓർ ഗ്രാഹികളുടെ എണ്ണം സെൻസ് ഓർഗൻസിൻ്റെ ക്ഷമതയെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. സ്റ്റിമുലൈ ഓർ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ സെൻസ് ഓർഗൻസിൽ വ്യത്യസ്ത തരം ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് ഉണ്ടെന്ന് നാം കണ്ടു. ജ്ഞാനേന്ദ്രിയങ്ങളും അവയിലെ ഗ്രാഹികളും അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് ആൻഡ് റിസപ്റ്റേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ഈ പട്ടികയിലൂടെ മനസ്സിലാക്കാം. സെൻസ് ഓർഗൻസിൽ ഫസ്റ്റ് വരുന്നത് കണ്ണ് അല്ലെങ്കിൽ ഐ. റിസപ്റ്റേഴ്സ് ഓർ ഗ്രാഹി പ്രകാശഗ്രാഹി അല്ലെങ്കിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ്. ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലൈ എന്താണ് അവിടെ? പ്രകാശം. ചെവി ഇയർ. ശബ്ദഗ്രാഹി ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ശബ്ദം, ദാറ്റ് ഈസ് സൗണ്ട്. നാക്ക് അല്ലെങ്കിൽ ടങ് സ്വാദ് ഗ്രാഹി. ടേസ്റ്റ് റിസപ്റ്റേഴ്സ് സ്വാദ് കണിക അല്ലെങ്കിൽ ടേസ്റ്റ്. ഇനി ത്വക്ക് അല്ലെങ്കിൽ സ്കിന്നിൽ ഏതൊക്കെ വരാം? സ്പർശം, ചൂട്, തണുപ്പ്, മർദ്ദം, വേദന എന്നിവയുടെ ഗ്രാഹി, ദാറ്റ് ഈസ് വേരിയസ് റിസപ്റ്റേഴ്സ്. ടച്ച് സ്പർശം, ഹീറ്റ് ചൂട്, മർദ്ദം പ്രഷർ, തണുപ്പ് കോൾഡ്, പെയിൻ വേദന. മൂക്ക് അല്ലെങ്കിൽ നോസ് ഗന്ധഗ്രാഹി ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഗന്ധം അല്ലെങ്കിൽ സ്മെൽ. ഇനി നമുക്ക് ഇന്ദ്രിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ സെൻസേഷൻസ് രൂപപ്പെടുന്നതിൽ മസ്തിഷ്കത്തെ അല്ലെങ്കിൽ ബ്രെയിനെ സഹായിക്കുന്ന പ്രധാന സെൻസ് ഓർഗനായ കണ്ണിനെ കുറിച്ച് വിശദമായി പഠിക്കാം. ഹൗ ആർ ദ ഐസ് പ്രൊട്ടക്റ്റഡ്? എങ്ങനെയെല്ലാമാണ് കണ്ണിനെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? നമുക്ക് ഈ പട്ടിക നോക്കി വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാം. ഫസ്റ്റ് വരുന്ന ഏതാണ്? നേത്ര കോടരം അല്ലെങ്കിൽ ഐ സോക്കറ്റ് ഓർബിറ്റ്. തലയോട്ടിയിലെ കുഴികൾ ഡിപ്രഷൻസ് ഇൻ ദി സ്കൾ പ്രൊട്ടക്ട്സ് ദി ഐബോൾ. ബാഹ്യ കൺപേശികൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഐ മസിൽസ് കണ്ണുകളെ നേത്ര കോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു. ഫിക്സസ് ദി ഐബോൾ ഇൻ ദി ഓർബിറ്റ്. പുരികം അല്ലെങ്കിൽ ഐബ്രോ വിയർപ്പും ജലവും കണ്ണുകളിലേക്ക് എത്താതെ തടയുന്നു. പ്രൊട്ടക്ട്സ് ദി ഐ ഫ്രം ഡസ്റ്റ് ആൻഡ് സ്വെറ്റ്. കൺപീലികൾ അല്ലെങ്കിൽ ഐ ലാഷസ് കാഴ്ചയ്ക്ക് തടസ്സമാവാതെ പൊടിപടലങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. പ്രൊട്ടക്ട്സ് ദി ഐ ഫ്രം ഡസ്റ്റ്. കൺപോളകൾ അല്ലെങ്കിൽ ഐലിഡ്സ് പൊടിപടലങ്ങളിൽ നിന്നും മറ്റും സംരക്ഷണം നൽകുന്നു. പ്രൊട്ടക്ട്സ് ദി ഐ ഫ്രം ഡസ്റ്റ് ആൻഡ് എക്സ്റ്റേണൽ ഷോക്ക്. കൺജങ്ക്റ്റീവ സെക്രീറ്റ്സ് മ്യൂക്കസ് വിച്ച് പ്രൊട്ടക്ട്സ് ദി ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദി ഐബോൾ ഫ്രം ബീയിങ് ഡ്രൈ. ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം നേത്രഗോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു. കണ്ണുനീർ അല്ലെങ്കിൽ ടിയേഴ്സ് കണ്ണിൻ്റെ മുൻഭാഗത്തെ വൃത്തിയാക്കുകയും നനവുള്ളതാക്കുകയും ചെയ്യുന്നു. കണ്ണുനീരിലടങ്ങിയ ലൈസോസൈം എന്ന എൻസൈം രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ക്ലീൻ ആൻഡ് ലൂബ്രിക്കേറ്റ് ദി ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി ഐബോൾ
ലൈസോസൈം ദ എൻസൈം പ്രസന്റ് ഇൻ ടീയേഴ്സ് ഡിസ്ട്രോയ്സ് ജേംസ് ദാറ്റ് എൻ്റർ ദി ഐസ്. കാഴ്ച സാധ്യമാക്കാൻ കണ്ണിന്റെ ഘടന എത്രമാത്രം അനുയോജ്യമായിരിക്കുന്നു നമുക്ക് നോക്കാം. ഹൗ ഫാർ ഈസ് ദ സ്ട്രക്ചർ ഓഫ് എൻ ഐ അഡാപ്റ്റഡ് ടു പെർഫോം ഇറ്റ്സ് ഫങ്ഷൻസ്. കണ്ണിന്റെ ഘടന പരിശോധിച്ച് നമുക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് മനസ്സിലാക്കാം. കണ്ണിലെ പാളികളെ അല്ലെങ്കിൽ ലേയേഴ്സ് ഓഫ് ദി ഐസിനെ പ്രധാനമായും നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. അവ ഏതൊക്കെയാണ്? ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ, രക്തപടലം ഓർ കോറോയിഡ്, ദൃഷ്ടിപടലം ഓർ റെട്ടിന. ഇനി എന്താണ് ദൃഢപടലം ഓർ സ്ക്ലീറ? കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണിത്. യോജക കലയാൽ നിർമ്മിച്ചിരിക്കുന്നു. ദ വൈറ്റ് ഔട്ടർ ലെയർ വിച്ച് ഗീവ്സ് ഫേംനെസ് ടു ദി ഐ മേഡപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ്. ദൃഢപടലത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കോർണിയയും കൺജങ്ക്റ്റീവയും. കോർണിയ ആൻഡ് കൺജങ്ക്റ്റീവ ആർ ദി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദി സ്ക്ലീറ. ദെൻ വാട്ട് ഈസ് കോർണിയ? എന്താണ് കോർണിയ? ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗം പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ദ പ്രൊജക്റ്റഡ് ട്രാൻസ്പെറൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ വിച്ച് റിഫ്രാക്ട്സ് ലൈറ്റ് റേസ് ടു ഫോക്കസ് ഓൺ ദി റെട്ടിന. ദെൻ വാട്ട് ഈസ് കൺജങ്ക്റ്റീവ? എന്താണ് കൺജങ്ക്റ്റീവ? ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന ഒരു സ്തരം. ദ ലെയർ വിച്ച് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദി ഫ്രണ്ട് പാർട്ട് ഓഫ് സ്ക്ലീറ എക്സെപ്റ്റ് ദി കോർണിയ. ദെൻ വാട്ട് ഈസ് കോറോയിഡ്? എന്താണ് രക്തപടലം അല്ലെങ്കിൽ കോറോയിഡ് എന്ന് പറഞ്ഞാൽ? ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണിത്. എന്താണ് ഐറിസ്? കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗം. മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു. വാട്ട് ഈസ് ഐറിസ്? ദ പാർട്ട് ഓഫ് ദി കോറോയിഡ് സീൻ ബിഹൈൻഡ് ദ കോർണിയ. പ്രസൻസ് ഓഫ് ദി പിഗ്മെന്റ് മെലാനിൻ ഗീവ്സ് ദി ഐറിസ് എ ഡാർക്ക് കളർ. എന്താണ് പീപ്പിൾ? ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നു. വാട്ട് ഈസ് പീപ്പിൾ? ദി അപ്പർച്ചർ സീൻ അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ഐറിസ്. ദ സൈസ് ഓഫ് ദിസ് അപ്പർച്ചർ ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. വാട്ട് ഈസ് ലെൻസ്? എന്താണ് ലെൻസ്? സുതാര്യവും ഇലാസ്തികതയുമുള്ളതുമായ കോൺവെക്സ് ലെൻസ് സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായിട്ട് ബന്ധിച്ചിരിക്കുന്നു. ഇലാസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് കോൺവെക്സ് ലെൻസ് കണക്റ്റഡ് ടു സീലിയറി മസിൽസ് ബൈ ത്രെഡ് ലൈക്ക് ലിഗമെന്റ്സ്. എന്താണ് സീലിയറി പേശികൾ ഓർ സീലിയറി മസിൽസ്? ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണിവ. ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിന്റെ വക്രത ക്രമീകരിക്കുന്നു. സർക്കുലർ മസിൽസ് സീ അറൌണ്ട് ദ ലെൻസ്. ദ കോൺട്രാക്ഷൻ റിലാക്സേഷൻ ഓഫ് ദീസ് മസിൽസ് ഓൾട്ടർ ദി കർവേച്ചർ ഓഫ് ദി ലെൻസ്. നെക്സ്റ്റ് ദൃഷ്ടിപടലം ഓർ റെട്ടിന എന്താണെന്ന് നോക്കാം. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തര പാളിയാണിത്. ദ ഇന്നർ ലെയർ വിച്ച് ഹാസ് ഫോട്ടോ റിസപ്റ്റേഴ്സ്. എന്താണ് പീതബിന്ദു ഓർ യെല്ലോ സ്പോട്ട്? റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് ഇവിടെയാണ്. ദ പാർട്ട് ഓഫ് ദി റെറ്റിന വെയർ പ്ലെന്റി ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ആർ പ്രസന്റ്. ഇറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി. നെക്സ്റ്റ് അന്ധബിന്ദു ഓർ ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്ന് നോക്കാം. റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗമാണിത്. ഇവിടെ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാൽ കാഴ്ചയില്ല. ദ പാർട്ട് ഓഫ് ദി റെറ്റിന ഫ്രം വെയർ ദി ഓപ്റ്റിക് നെർവ് ബിഗിൻസ്. ഹിയർ there is no vision as photoreceptors are absent. ഓപ്റ്റിക് നെർവ് ഓർ നേത്രനാഡിയുടെ ധർമ്മം എന്താണ്? പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. ട്രാൻസ്മിറ്റ്സ് ഇമ്പൾസസ് ഫ്രം ഫോട്ടോറിസെപ്റ്റേഴ്സ് ടു ദി വിഷ്വൽ സെന്റർ ഇൻ ദി ബ്രെയിൻ. സോ വി സ്റ്റഡിഡ് ദി ഇമ്പോർട്ടൻറ്റ് ഐ പാർട്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. കണ്ണിൻ്റെ പ്രധാന ഭാഗങ്ങളും അവയുടെ ധർമ്മവുമാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ഫ്ലൂയിഡ്സ് ഇൻ ദ ഐ ഓർ കണ്ണിലെ ദ്രവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായി 2 തരത്തിലുള്ള ദ്രവങ്ങളാണ് കണ്ണിൽ കാണപ്പെടുന്നത്. അക്വസ് ദ്രവം അല്ലെങ്കിൽ അക്വസ് ഹ്യൂമറും വിട്രിയസ് ദ്രവം ഓർ വിട്രിയസ് ഹ്യൂമറും. ഇനി എന്താണ് അക്വസ് ദ്രവം? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലെ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവം. ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നതാണ് ഇതിന്റെ ധർമ്മം. ദ വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ഫിൽഡ് ഇൻ ദ അക്വസ് ചേംബർ ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ദി കോർണിയ. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ബ്ലഡ് ആൻഡ് ഈസ് റീഅബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് നറിഷ്മെന്റ് ടു ദി ടിഷ്യൂസ് ഓഫ് ദി ഐ. എന്താണ് വിട്രിയസ് ദ്രവം ഓർ വിട്രിയസ് ഹ്യൂമർ? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവമാണിത്. കണ്ണിന്റെ ആകൃതി നിലനിർത്താനാണിത് സഹായിക്കുന്നത്. The jelly-like substance seen in the vitreous chamber between the retina and the lens helps in maintaining the shape of the eye. So, നമ്മൾ എന്തൊക്കെ പഠിച്ചു? കണ്ണിലെ പാളികളും അവയുടെ ധർമ്മവും, ലെൻസിൻ്റെയും കോർണിയയുടെയും സ്ഥാനവും സവിശേഷതയും,
ഐറിസിൻ്റെ സ്ഥാനവും പ്യൂപ്പിളും കണ്ണിലെ ദ്രവങ്ങളുടെ സ്ഥാനവും ധർമ്മവും അല്ലേ? So we studied layers of the eye and their functions, position and significance of lens and cornea, position of iris and the pupil, location and function of fluids present in the eye, etc. Okay. Next we have to study regulation of light in the eye or കണ്ണിലെ പ്രകാശ ക്രമീകരണം. കൂടിയ അളവിൽ പ്രകാശം പ്രവേശിക്കുന്ന നമ്മുടെ കണ്ണിലെ കലകൾക്ക് ദോഷകരമാണ്. The entry of a large amount of light is harmful to the tissues of the eye. കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് എന്താണ്? ഐറിസും അതിൻ്റെ മധ്യഭാഗത്തുള്ള പ്യൂപ്പിളുമാണ് എന്ത് ചെയ്യുന്നത്? കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്. ഐറിസ് ആൻഡ് ദ അപ്പർച്ചർ അറ്റ് ഇറ്റ്സ് സെൻറ്റർ കോൾഡ് പ്യൂപ്പിൾ റെഗുലേറ്റ് ദി എമൗണ്ട് ഓഫ് ലൈറ്റ് ഫോളിംഗ് ഓൺ ദി ഐ. മങ്ങിയ പ്രകാശത്തിലും തീവ്ര പ്രകാശത്തിലും പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നമുക്ക് ഈ ചിത്രം വിശകലനം ചെയ്ത് മനസ്സിലാക്കാം. ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു, ബ്രൈറ്റ് ലൈറ്റിൽ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യും അല്ലേ? പ്രകാശ തീവ്രതയ്ക്ക് അനുസൃതമായി ലെൻസിലേക്കുള്ള പ്രകാശത്തിന്റെ അളവ് എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? ഐറിസിലെ വലയ പേശിയുടെയും റേഡിയൽ പേശിയുടെയും പ്രവർത്തനത്തിലൂടെയാണ് പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കുന്നത്. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ വികസിക്കുന്നു. തീവ്ര പ്രകാശത്തിൽ വലയ പേശികൾ സങ്കോചിക്കുമ്പോൾ അങ്ങനെ പ്രകാശ തീവ്രതയ്ക്ക് അനുസൃതമായി ലെൻസിലേക്കുള്ള പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നു. ദ സൈസ് ഓഫ് ദി പ്യൂപ്പിൾ ഈസ് റെഗുലേറ്റഡ് ബൈ ദി ആക്ഷൻ ഓഫ് ദി സർക്കുലർ മസിൽസ് ആൻഡ് റേഡിയൽ മസിൽസ്. വെൻ ദ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ഇൻ dim light, the size of the pupil increases. When the circular muscles contract in intense light, the size of the pupil decreases. Thus, the amount of light falling on the lens is regulated according to the intensity of light. ഇനി നമുക്കൊരു വസ്തുവിൻ്റെ പ്രതിബിംബം എങ്ങനെയാണ് രൂപപ്പെടുന്നത് നോക്കാം. ദാറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് ഇമേജസ്. വസ്തുവിൽ നിന്നും പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിക്കുന്നതിന് കോർണിയയുടെയും ലെൻസിൻ്റെയും വക്രത സഹായിക്കുന്നു. ദ കർവേച്ചർ ഓഫ് ദി കോർണിയ ആൻഡ് ദ ലെൻസ് help light rays which reflect from an object to get focused on the retina. നമുക്ക് ഈ കണ്ണിലെ ലെൻസ് രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നോക്കാം. Then what are the peculiarities of the image formed by the lens of the eye? ചെറുത് അല്ലെങ്കിൽ സ്മോൾ, തലകീഴായത്, ഇൻവേർട്ടഡ്, യഥാർത്ഥം അല്ലെങ്കിൽ റിയൽ. ഇതൊക്കെയാണ് പെക്യുലാരിറ്റീസ്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് അടുത്തുള്ള വസ്തുവിനെയും അകലെയുള്ള വിനെ വ്യക്തമായി കാണാൻ കഴിയുന്നത്? വസ്തുക്കളുടെ അകലത്തിനനുസരിച്ച് കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമുക്കിതിന് സാധിക്കുന്നത്. വി ക്യാൻ സീ നിയർ ബൈ ആൻഡ് ഡിസ്റ്റൻറ്റ് ഓബ്ജക്ട്സ് ക്ലിയർലി. വൈ? ദിസ് ഈസ് ബിക്കോസ് ദ ലോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഓബ്ജക്റ്റ്. ഈ ചിത്രം പരിശോധിച്ച് നമുക്ക് എന്ത് മനസ്സിലാവും? അകലെയുള്ള വസ്തുവിനെയും അടുത്തുള്ള വസ്തുവിനെയും നോക്കുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? ഇനി നമുക്ക് ചിത്രം വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കാം. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു, സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാകുന്നു. സ്നായുക്കൾ അയയുന്നു, സ്നായുക്കൾ വലിയുന്നു. ലെൻസിൻ്റെ വക്രത കൂടുന്നു, ലെൻസിൻ്റെ വക്രത കുറയുന്നു. ഫോക്കൽ ദൂരം കുറയുന്നു, ഫോക്കൽ ദൂരം കൂടുന്നു. വൈൽ വ്യൂയിങ് നിയർ ബൈ ഓബ്ജക്ട്സ് ആൻഡ് ഡിസ്റ്റൻറ്റ് ഓബ്ജക്ട്സ് വാട്ട് ഹാപ്പൻസ്? വാട്ട് ഈസ് ദ ഡിഫറൻസ്? Ciliary muscles contract, ciliary muscles relax. Ligaments relax, ligaments stretch. Curvature of lens increases, curvature of lens decreases. Focal length decreases, focal length increases. Okay? ഈ ലെസൻ്റെ അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.